സ്വർഗത്തിലെ നമ്മുടെ കൂട്ടുകുടുംബം. ഇന്നത്തെ വിശുദ്ധർ 2033 എന്ന മഹാജൂബിലി വത്സരം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം 2000 വർഷം തികയുന്ന 2033 ആ മഹാജൂബിലി വത്സരത്തിന് ഒരുക്കമായിട്ടുള്ള നവവത്സര ധ്യാനത്തിൻ്റെ ഭാഗമായി ഓരോ ദിവസവും നമ്മൾ ആഘോഷിക്കുന്ന ഓർക്കുന്ന വിശുദ്ധരുടെ പേരുകൾ പരിചയപ്പെടുകയാണ്. പിന്നെ നമ്മൾ ഓരോ വിശുദ്ധരെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നു. ആർക്കും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്ര അധികം വിശുദ്ധർ സ്വർഗത്തിലുണ്ടെന്ന് വെളിപാട് പുസ്തകം 7:9 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ച വിശുദ്ധരാണ്. സകല ജനതകളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും പെട്ട മഹാജനക്കൂട്ടം വെള്ള നിലയങ്കി ധരിച്ചും കയ്യിൽ കുരുത്തോലയുമായി ദൈവത്തിന് സിംഹാസനത്തിന് മുമ്പിലിരുന്ന് അവൻ്റെ ആലയത്തിൽ രാപ്പകൽ അവിടുത്തെ ആരാധിക്കുന്നു. വെളിപാട് 7:14-15. മാലാഖയുടെ കയ്യിലുള്ള സ്വർണ്ണ ധൂപകലശത്തിൽ സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകൾ ചേർക്കുന്നു. ധൂപത്തിൻ്റെ പുക വിശുദ്ധരുടെ പ്രാർത്ഥനയോടൊപ്പം മാലാഖയുടെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറുന്നു. വെളിപാട് 8:1-4. ഏകമധ്യസ്ഥനായ ക്രിസ്തുവിനോടൊപ്പം ക്രിസ്തുവിൻ്റെ മധ്യസ്ഥത്തോടൊപ്പം വിശുദ്ധരുടെ പ്രാർത്ഥനകളും സ്വർഗീയ സിംഹാസനത്തിലേക്ക് ഉയരുന്നു. ഇതൊക്കെ തിരുവചനമാണ്. മാത്രമല്ല, ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കണം എന്ന് കർത്താവ് ഈശോ മിശിഹ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 14:3. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷനായിരിക്കുമെന്നും എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ ദൈവപിതാവ് ബഹുമാനിക്കുമെന്നും യേശു തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ 12:26. ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് സഭ വിശുദ്ധരുടെ തിരുനാളുകളും വിശുദ്ധരുടെ മാതൃകകളും വിശുദ്ധരുടെ പ്രാർത്ഥനകളും വേണമെന്ന് നിഷ്കർഷിക്കുന്നത്. മാത്രമല്ല, സുവിശേഷം ലോകത്ത് എവിടെയൊക്കെ പ്രഘോഷിക്കപ്പെടുന്നുവോ അവിടെയൊക്കെ വിശുദ്ധർ ക്രിസ്തുവിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അവരുടെ ഓർമ്മയ്ക്കായി, വിശുദ്ധരുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കപ്പെടണമെന്നും യേശു കൽപ്പിച്ചിട്ടുണ്ട്. മർക്കോസ് 14:9. ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ നമ്മൾ സഭയിലുള്ള വിശുദ്ധരിൽ 17,003 പേരെയാണ്, ഈ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്തരം വിശുദ്ധരിൽ 17,003 പേരെയാണ് സഭ നാമകരണം ചെയ്തിരിക്കുന്നത്, ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 5-ാം തീയതി നമ്മൾ ഓർക്കുന്ന വിശുദ്ധർ അല്ലെങ്കിൽ ആ തിരുനാളുകളുടെ പട്ടിക: അവർ ലേഡി ഓഫ് ദ സ്നോ, മെഡോണ ദെൽ റോസിയ മെലോണെ, മേരി മദർ ഓഫ് മേഴ്സി, അവർ ലേഡി ഓഫ് കോപ്പക്കബാന, ഏബൽ ഓഫ് റെയിംസ്, അഖേയ ഓഫ് കിൽഗ്ലൈസ്, അഗായി ഓഫ് എദേസ, അർണാൾഡോ പോൺസ്, ബെർണാഡ് ഓഫ് ഫബ്രിയാനോ, കാന്തിദിയൂസ്, ഖസിയൻ ഓഫ് ഔഥൻ, കാസ്തോ ഓഫ് ഥയാനോ, ക്ലെമന്റ് ഓഫ് വെർണ, കൊറാദോ ഓഫ് ലൗദീസിയ, എമീദിയൂസ് ഓഫ് അസ്കോലി പിക്സേനോ, എർമിൻ ഓഫ് ക്ലുവൈൻ റേൽഗെഹ, എവ്സീനിയൂസ്, ഫ്രാൻസിസ്കോ സൻഫ്രെദീനി, ഗൊർമേയാൽ ഓഫ് അർദോയിലൻ, ജെയിംസ് ഗെരിയൂസ്, മാർഗരറ്റ് ദ ബെയർഫൂട്ടഡ്, മാറി, മെമിയൂസ് ഓഫ് ഹാലോൺസ് സൂർ മാർണെ, നോന്ന, ഒസ്വാൾഡ് ഓഫ് നോർത്തുംബ്രിയ, ഫാരിസ് ഓഫ് ടയാനോ, പിയർ മിഹേൽ നോയേൽ സൊബേല, തിയോഡ്രിക് ഓഫ് കംബ്രായ് അറാസ്, വർദ്ധൻ മമിക്കോനിയൻ, വെനാൻസിയൂസ് ഓഫ് വിവിയേഴ്സ്, വിയാഥോർ, മാർട്ടേഴ്സ് ഓഫ് ഫ്യുവെൻദെ ലാ ഹിഗുവേറ, മാർട്ടേഴ്സ് ഓഫ് ദ സലാരിയൻ വേ, സ്പാനിഷ് ആഭ്യന്തര യുദ്ധത്തിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷികൾ: അന്തോണിയോ യേസുസ് ദിയാസ് റാമോസ്, ക്രിസ്തോബാൽ പെരസ് പസ്ക്വാൽ, എദ്വാർഡോ ഗൊൺസാലസ് സാന്തോമിയാനോ, എൻറിക്കെ പലാക്സിയോസ് മൺഡ്രാബ, ഗബ്രിയേൽ ലോപ്പസ് സെഫേറോ യിമുറോ, യൗമേ ചൊർദീന കസെല്ലാസ്, യോവാൻ ഗിബറ്റ് ഗലോഫ്രെ, ഹോസെ
Traleru Lung, Luis Domingo Marine, Lorenzo Sandolaria Esther, Manuel Moreno Martinez, Manuel Palacios Rodriga, Mariano Lopez Cepero Yumuru, Maximino Fernandez Marinas, Pau Virgili Manfan, Pere Matzo Lagostera, Salvi Hughes Miralpais, Victor Gaitero Gonzalez, Victor Garcia Ceballos. ഇവരിൽ നമ്മൾ ഒരാളെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുകയാണ്. ഈ അഗായി ഓഫ് എദേസ. ഇവരുടെ പേരുകളൊക്കെ ഞാൻ ആ ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്പെല്ലിംഗ് ഒക്കെ കിട്ടാനായിട്ട് എളുപ്പമുണ്ട്. നമ്മൾ കഴിഞ്ഞ ജൂലൈ 19 മാർ മാറി, അദ്ദായുടെ ശിഷ്യനായ മാർ മാറിയെക്കുറിച്ച് നമ്മൾ കണ്ടിരുന്നു. ഇതിൻ്റെ പോസ്റ്റ് നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ടായിരുന്നു. ഈ മാറി, അദ്ദായുടെ ശിഷ്യൻ മാറി എന്ന് പറഞ്ഞാലും അദ്ദായി കഴിഞ്ഞിട്ട് അഗായി കഴിഞ്ഞിട്ട് അഗായുടെ ശിഷ്യനാണ് മാറി. അപ്പോൾ ഈ അഗായുടെ ജീവചരിത്രത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളെ അറിയുള്ളൂ, എങ്കിലും കുറച്ച് കാര്യങ്ങൾ അറിയാം. വില്യം ക്യുറേറ്റൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥകർത്താവ് 1864 പ്രസിദ്ധം ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൻ്റെ പേരിങ്ങനെയാണ്, ഇംഗ്ലീഷിലാണ്: ഏൻഷ്യൻറ്റ് സിറിയാക് ഡോക്യുമെൻറ്റ്സ് റിലേറ്റീവ് ടു ദ ഏർലിയസ്റ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഇൻ എഡേസ ആൻഡ് ദ നെയ്ബറിംഗ് കൺട്രീസ് ഫ്രം ദ ഇയർ ആഫ്റ്റർ അവർ ലോർഡ്സ് അസെൻഷൻ ടു ദ ബിഗിനിങ് ഓഫ് ദ 4th century. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ സ്വർഗാരോഹണം തുടങ്ങി 4-ാം നൂറ്റാണ്ട് വരെ എദേസായിലും അയൽപ്പക്ക രാജ്യങ്ങളിലും എങ്ങനെയാണ് ക്രിസ്തുധർമ്മം സ്ഥാപിക്കപ്പെട്ടത് അതേക്കുറിച്ചുള്ള സുറിയാനി രേഖകളുടെ ഇംഗ്ലീഷ് വിവർത്തനമാണ്. സുറിയാനി രേഖകളുടെ, പ്രാചീനമായ സുറിയാനി രേഖകളുടെ, അത് 5-ാം നൂറ്റാണ്ടിലും 6-ാം നൂറ്റാണ്ടിലൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ വളരെ പ്രാചീനമാണ്. അതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം ഇംഗ്ലീഷിൽ തയ്യാറാക്കിയിരിക്കുന്നതാണ്. ഈ അഗായുടെ ജീവിതത്തെക്കുറിച്ച് യാക്കോബയ എഴുത്തുകാരനായ മാർ എബ്രായ നൽകുന്ന വിവരണം ഏതാണ്ട് ഇങ്ങനെയാണ്: സുവിശേഷ പ്രസംഗകനായ അദ്ദായിക്ക് ശേഷം അദ്ദേഹത്തിന് ശിഷ്യൻ അഗായി സ്ഥാനമേറ്റു. ഇദ്ദേഹം അബ്ഗാർ രാജാവിന് വേണ്ടി ചൈനീസ് തുണി നെയ്തു കൊണ്ടുവന്നിരുന്നു. അദ്ദായുടെ മരണശേഷം അദ്ദേഹം അവിടം ഉപേക്ഷിച്ച് കിഴക്കോട്ട് പോയി. പേർഷ്യ, അസീറിയ, അർമേനിയ, മീദിയ, ബാബിലോണിയ എന്നിവിടങ്ങളിലും ഖുസിസ്ഥാൻ പ്രദേശത്തും ഗലേയരുടെ ഇടയിലും ഇന്ത്യയുടെ അതിർത്തികൾ വരെയും അദ്ദേഹം സുവിശേഷം പ്രഘോഷിക്കാൻ തുടങ്ങി. അബ്ഗാർ രാജാവിൻ്റെ പിൻഗാമിയായി രാജാധികാരമേറ്റ അദ്ദേഹത്തിൻ്റെ മകൻ്റെ സ്വതയുള്ള വിശ്വാസ വൈപരീത്യ നിമിത്തം അവിടുത്തെ എദേസയിലെ വിശ്വാസം കുറയുമോ എന്ന ഭയത്താൽ മാർ അഗായി എദേസയിലേക്ക് മടങ്ങി. എദേസയിലെത്തിയപ്പോൾ അബ്ഗാറിൻ്റെ മകൻ, അപ്പോൾ പുതിയ രാജാവ്, തൻ്റെ പിതാവിന് വേണ്ടി ചെയ്തിരുന്നത് പോലെ തനിക്ക് വേണ്ടിയും ചൈനീസ് തുണി നെയ്യാൻ ഉത്തരവിട്ടു. അഗായി ചക്രവർത്തിയോട് പറഞ്ഞു: എൻ്റെ ഗുരു ക്രിസ്തുവിൻ്റെ ആട്ടിൻകുട്ടത്തെ തീറ്റിയിരുന്നപ്പോൾ ഞാൻ നിൻ്റെ പിതാവിന് വേണ്ടി ഈ ചൈനീസ് തുണി നെയ്തു തരുമായിരുന്നു, ആ ജോലി ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്കാണ് തീറ്റ കൊടുക്കാനുള്ള ജോലി. ആ ജോലി എനിക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് മറ്റൊരു ജോലി ചെയ്യാൻ കഴിയില്ല. അതായത് ക്രിസ്തുവിൻ്റെ ആട്ടിൻകൂട്ടത്തെ തീറ്റിപ്പോറ്റാനുള്ള ജോലിയാണ് ഇപ്പം എനിക്കുള്ളത്. അതുകൊണ്ട് ചൈനീസ് തുണി നെയ്തു തരാൻ കഴിയില്ല എന്ന് വിശുദ്ധ അഗായി അബ്ഗാർ രാജാവിൻ്റെ മകൻ ചക്രവർത്തിയാണ്, ആ ചക്രവർത്തിയോട് പറഞ്ഞു. ഈ വിശുദ്ധ അഗായിയുടെ വാക്കുകൾ കേട്ട് അരിശമൂത്ത ഭരണാധികാരി കാലിൻ്റെ എല്ലൊടിച്ച് മാർ അഗായിയെ കൊന്നുകളഞ്ഞു. മാർ എബ്രായ, ഗ്രിഗോറിയസ് എബ്രായ, ലാമി അബേലോസ് എന്നിവർ എഡിറ്റ് ചെയ്ത സഭാവൃത്താന്തങ്ങൾ എന്ന ഗ്രന്ഥത്തിൽ പേജ് 216 അതിനകത്ത് കാണുന്നതാണ് ഈ സാക്ഷ്യം. കിഴക്കൻ്റെ പൗരത്വ സഭയുടെ 1-ാം നൂറ്റാണ്ടിലെ പ്രസിദ്ധനായ നേതാവായിരുന്നു മാർ അഗായി. ലത്തീൻ ഭാഷയിൽ അഗേവോസ്.
ക്രിസ്തുവർഷം 66 മുതൽ 81 വരെയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഈ ഭരണം മെത്രാൻ എന്ന നിലയിൽ ഭരണം നിർവഹിച്ചിരുന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മാർ അദ്ദായി യേശുവിൻ്റെ 70 അല്ലെങ്കിൽ 72 ശിഷ്യന്മാരിൽ ഒരാളാണ്. ആ പിന്തുടർച്ച ഞാൻ മുൻപൊരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കർത്താവീശോമിശിയുടെ 12 സ്ലീഹന്മാർ, ഓരോ സ്ലീഹന്മാരുടെ കീഴിലും 6 പേര് വീതം ഉപശിഷ്യഗണം, അങ്ങനെ 12 × 6 72, 12 72, പിന്നെ 72 പേർക്ക് പിന്നെ ശിഷ്യന്മാർ, അങ്ങനെയാണ്. ഈ യേശുവിൻ്റെ 12 പേരിൽ ഒരാളാണ് തോമാസ് ലീഹ. ആ തോമാസ് ലീഹായുടെ കീഴിലുള്ള 6 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു മാർ അദ്ദായി. അദ്ദായിയുടെ ശിഷ്യനാണ് അഗ്ഗായിയുടെ ശിഷ്യനാണ് മാർ മാറി. ഈ അദ്ദായുടെയും മാറിയുടെയും പേരിലാണ് നമ്മൾ ചൊല്ലുന്ന 3 അനാഫറകളിൽ ഒരു അനാഫറ. സാധാരണഗതിയിൽ സീറോ മലബാർ സഭയിൽ ഉപയോഗിക്കുന്ന ആ അനാഫറ അദ്ദായിയുടെയും ഈ അഗ്ഗായിയുടെ ശിഷ്യനായ മാറിയുടെയും പേരിലാണ് അവർ തയ്യാറാക്കിയതാണ്. അപൂർവം ചില രേഖകളിൽ ഈ അഗ്ഗായിയും 72 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പസ്തോലന്മാരുടെ പ്രബോധനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രേഖയുണ്ട്. അതിനകത്ത് മാർ അഗ്ഗായി പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഈ വില്യം കുരേട്ടൻ എന്ന് പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ 33-ാമത്തെ പേജിനകത്ത്, ഇന്ത്യയും അതിൻ്റെ എല്ലാ രാജ്യങ്ങളും ദൂരെ കടൽ മുഖാന്തരം പോലും അതിനോട് അതിര് പങ്കിടുന്നവരും താൻ കെട്ടിപ്പടുത്ത സഭയുടെ വഴികാട്ടിയും ഭരണാധികാരിയുമായിരുന്ന യൂദാ തോമാസിൽ നിന്ന് പൗരോഹിത്യത്തിൻ്റെ അപ്പസ്തോലികമായ കൈവപ്പ് ഏറ്റുവാങ്ങി. അസിറിയക്കാരുടെയും മേദ്യക്കാരുടെയും പേർഷ്യ മുഴുവനും ബാബിലോൺ ചുറ്റുമുള്ള രാജ്യങ്ങളും ഇന്ത്യക്കാരുടെ അതിർത്തികളിലേക്കും മാഗോഗ് രാജ്യങ്ങളിലേക്ക് പോലും അദ്ദേയൂസിൻ്റെ ശിഷ്യനായ അഗേസിൽ നിന്ന് അപ്പസ്തോലന്മാരുടെ പൗരോഹിത്യത്തിൻ്റെ കൈവപ്പ് പ്രാപിച്ചു. മാർ അദ്ദായിയുടെ പ്രബോധനത്തിൽ കാണുന്ന അദ്ദായിയുടെ ക്യൂരേട്ടൻ്റെ പുസ്തകത്തിൽ 21-ാം പേജിൽ സഭയിലെ എല്ലാ ആളുകളും ഇടയ്ക്കിടെ പോയി അവിടെ ശ്രദ്ധാപൂർവം പ്രാർത്ഥനകൾ നടത്തി. അപ്പസ്തോലനായ അദ്ദായി സ്വയം തങ്ങൾക്ക് നൽകിയ കൽപ്പനയും നിർദ്ദേശവും അനുസരിച്ചും വഴികാട്ടിയും ഭരണാധികാരിയും എല്ലാ മനുഷ്യൻ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച പൗരോഹിത്യത്തിൻ്റെ കൈകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ അഗ്ഗായിയുടെ വാക്കും അനുസരിച്ച് അവർ വർഷാവർഷം അദ്ദേഹത്തിൻ്റെ മാർ അദ്ദായിയുടെ മരണത്തിൻ്റെ അനുസ്മരണം ആചരിച്ചു. ഇദ്ദേഹവും അദ്ദേഹത്തിന് ലഭിച്ച അതേ കൈവെപ്പ് കൊണ്ട് ഈ മെസപ്പൊട്ടോമിയ രാജ്യത്തുടനീളം പുരോഹിതന്മാരും വഴികാട്ടികളുമാക്കി. അങ്ങനെ അവരും അദ്ദായിയുടേതുപോലെ ഇദ്ദേഹത്തിൻ്റെ വാക്ക് അനുസരിക്കുകയും ആരാധനയ ക്രിസ്തുവിൻ്റെ അപ്പസ്തലൻ്റെ നല്ലവരും വിശ്വസ്തരമായ പിന്തുടർച്ച അവകാശികളായി അത് കേൾക്കുകയും സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം സ്വർണമോ വെള്ളിയോ ആരിൽ നിന്നും സ്വീകരിച്ചില്ല. രാജകുമാരന്മാരുടെ സമ്മാനങ്ങൾ ഇദ്ദേഹത്തെ സമീപിക്കുകയും ചെയ്തില്ല. സ്വർണത്തിനും വെള്ളിക്കും പകരം ഇദ്ദേഹം വിശ്വാസികളുടെ ആത്മാക്കൾ കൊണ്ട് ക്രിസ്തുവിൻ്റെ സഭയെ സമ്പുഷ്ടമാക്കി. വളരെ ശ്രേഷ്ഠമായ സാക്ഷ്യമാണ് ഈ അഗ്ഗായിയെക്കുറിച്ചുള്ളത്. ഈ മാറിയുടെ മുമ്പത്തെ പേര് പാലൂത്ത് എന്നായിരുന്നു. ഈ മാറിയുടെ മെത്രാഭിഷേകവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാക്ഷ്യം കൂടിയുണ്ട്, അതുകൂടി നമുക്ക് കേൾക്കാം. കാലുകൾ ഒടിഞ്ഞു വീണ് പെട്ടെന്ന് മരണമടഞ്ഞതിനാൽ പാലൂത്തിൻ്റെ മാറിയുടെ മേൽ കൈവപ്പ് നൽകാൻ അഗ്ഗായിക്ക് കഴിഞ്ഞില്ല. അതിനാൽ പാലൂത്ത് സ്വയം അന്ത്യോക്യയിലെത്തി അന്ത്യോക്യയിലെ ബിഷപ്പായ സെറാപ്പിയോണിൽ നിന്ന് പൗരോഹിത്യത്തിൻ്റെ കൈവപ്പ് സ്വീകരിച്ചു. ഈ കൈവപ്പ് സെറാപ്പിയോൺ സ്വയം നമ്മുടെ കർത്താവിൽ നിന്ന് ഷിമിയോൻ കാപ്പായ്ക്ക് ലഭിച്ച പൗരോഹിത്യത്തിൻ്റെ പിൻഗാമിത്വം വഴി അത് സ്വീകരിച്ചവനും 13 വർഷം റോമ ഭരിച്ച സീസറിൻ്റെ കാലത്ത് 25 വർഷം റോമയിലെ ബിഷപ്പുമായിരുന്ന റോമ നഗരത്തിൻ്റെ ബിഷപ്പായ സെഫിറിനസിൽ നിന്നാണ് സ്വീകരിച്ചത്. അതായത് മാറിക്ക് മെത്രാനായിട്ട് അഭിഷേകം ചെയ്യാനായിട്ട് മാർ അഗ്ഗായിക്ക് കഴിഞ്ഞില്ല. കാല് തല്ലുപിടിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അഗ്ഗായി മാറിയോട് പറഞ്ഞു, നീ അന്ത്യോക്യയിൽ പോയി സെറാപ്പിയോണിൽ നിന്ന് പട്ടം സ്വീകരിക്കുക. ഈ സെറാപ്പിയോൺ റോമായിൽ സെഫിറിനസ് എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്ന് പട്ടം സ്വീകരിച്ച ആളാണ്. ആ സ്ലൈഡ് പിന്തുടർച്ചയാണ് സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ പൗരത്യ സഭകളുടെ വിശുദ്ധരുടെ പട്ടികയിൽ വളരെ ഉന്നതമായൊരു സ്ഥാനം അലങ്കരിക്കുന്ന ആളാണ് മാർ അഗ്ഗായി അല്ലെങ്കിൽ വിശുദ്ധ അഗ്ഗായി. അദ്ദായിയുടെ ശിഷ്യനായ മാർ അഗ്ഗായിയുടെ ശിഷ്യനായ മാറി. അദ്ദായി മാറി നമുക്ക് വളരെ പരിചയമാണ്. ഈ അനാഫറ വഴി നമ്മൾ കുർബാന അർപ്പിക്കുന്ന ദിവസവും അർപ്പിക്കുന്ന കുർബാന അനാഫറ വഴി. ഈ മാറിയുടെ ഗുരുവായിരുന്നു മാർ അഗ്ഗായി, വിശുദ്ധ അഗ്ഗായി. എനിക്ക് ചൈനീസ് തുണിത്തരങ്ങൾ നെയ്തു തരാൻ നിവൃത്തിയില്ല. പണ്ട് ഞാൻ ചെയ്തിരുന്നു. ഇപ്പോൾ എനിക്ക് ക്രിസ്തുവിൻ്റെ ആട്ടിൻകൂട്ടത്തെ തീറ്റിപ്പറ്റണം, അതുകൊണ്ട് മറ്റു പണി ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ക്രിസ്തുവിൻ്റെ ആട്ടിൻകൂട്ടത്തെ തീറ്റിപ്പറ്റുന്ന മെത്രാനായി ജോലി ചെയ്ത്
അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്ത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പേരിൽ കാല് തല്ലിയൊടിക്കപ്പെട്ട് കൊല്ലപ്പെട്ട് അപ്പോഴും ഈ കാല് തല്ലിയൊടിക്കപ്പെട്ട് ഇങ്ങനെ ബെഡിൽ കിടക്കുമ്പോഴും മാറിക്ക് പട്ടം കൊടുക്കാൻ നിവൃത്തിയിലാണ്ട് വന്നപ്പോൾ മറ്റൊരു മെത്രാൻ്റെ അടുക്കൽ അയച്ച് പട്ടം കൊടുപ്പിച്ച് സൈഹ്യ പിന്തുടർച്ച ഉറപ്പാക്കിയ മഹാവിശുദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ ആ വിശ്വാസ ചൈതന്യം എനിക്ക് ക്രിസ്തുവിൻ്റെ ആട്ടിൻകൂട്ടത്തെ തീറ്റിപ്പറ്റേണ്ടതുണ്ട് എന്നുള്ള ഉള്ളിൽ നിന്നുള്ള ആ ബോധ്യം മാത്രമല്ല, വെള്ളിയും സ്വർണവും അതൊക്കെ അതിന് പകരം ക്രിസ്തുവിൻ്റെ സഭയെ ആത്മാക്കൾ കൊണ്ട് കെട്ടിപ്പടുക്കാനുള്ള തീക്ഷ്ണമായ മോഹം ഇതൊക്കെ നമുക്കുണ്ടാകട്ടെ.